അങ്ങനെ നമ്മളെ മിത്ര അവൾക്ക് സംഭവിച്ചതെല്ലാം അവൾ തുറന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്ര കാലം ആര്യൻ എനിക്ക് വേണ്ടിയിട്ടില്ലാത്ത കുറ്റങ്ങളൊക്കെ കേട്ടു. ഇനി പക്ഷെ ഞാൻ അങ്ങനെ സമ്മതിക്കില്ല. ഇനി ആര്യൻ ഒരു കുറ്റം കേൾക്കരുത്, കാരണം ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആര്യൻ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്, സങ്കടവും ആവുന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് അറിയാതെ. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ മിത്ര പറയുന്നത്, നിങ്ങളൊക്കെ ദേവമംഗലക്കാരെ എങ്ങനെ ശത്രുവായി കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇവരെ കാണുന്നത് എൻ്റെ ജീവൻ രക്ഷിച്ച ആൾക്കാരായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നും ഇവരുടെ കടപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിത്ര ഒരുപാട് കരയുന്നുണ്ട്. എന്തായാലും അവളുടെ അച്ഛനാണെങ്കിൽ ഇവൾ കരയണം കണ്ടിട്ട് വല്ലാത്ത വിഷമമുണ്ട്. എല്ലാവരും ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, അനന്തനോട് പറയുന്നുണ്ട്, ഇങ്ങനെ അവൾ നമ്മളെ നാണം കെടുത്തുന്നേക്കാൾ നല്ലത് അവൾ ആത്മഹത്യ ചെയ്യായിരുന്നു നല്ലത് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അനന്തന് വല്ലാത്ത ദേഷ്യം വന്നിട്ട് അച്യുതൻ്റെ എന്താണ് നീ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തൊക്കെ പിടിക്കുന്നുണ്ട്. എല്ലാവരും അത് തടയുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ഇതുവരെയുള്ള എല്ലാ പ്രശ്നത്തിനും സാക്ഷിയും കാരണവും ഗോമതിയാണ്. ഇനി ഗോമതി തീരുമാനിക്കട്ടെ ഇതിൽ എന്താ ശിക്ഷ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അവൾ എന്ത് ശിക്ഷയാണെങ്കിലും മിത്രയ്ക്ക് കൊടുക്കട്ടെ എന്നൊക്കെ നമ്മുടെ ബാലൻ പറയേണ്ടത്. എന്തായാലും മിത്ര വരുന്ന സമയത്ത് നമ്മുടെ ഗോമതി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കുറേ ചീത്ത പറയാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഗോമതി ചീത്ത പറയില്ല. കാരണം എന്താ വെച്ചാൽ അവൾ അവളുടെ ദേവമംഗലത്തിനെ പറ്റി നന്മയല്ലേ പറഞ്ഞു, അതുകൊണ്ട് അവൾ ഒരു ശിക്ഷയും കൊടുക്കണില്ല. അപ്പുറത്ത് എന്തായാലും രാത്രി പോയിട്ട് നമ്മുടെ മിത്ര എന്തായാലും അവൾ ഈ സ്വർണ്ണം ഇങ്ങനെ കൊണ്ടുപോയി പണയം വയ്ക്കാൻ നോക്കിയതിനും ആര്യനെ നാണം കെടുത്താൻ നോക്കിയതിനും എല്ലാറ്റിനും ആര്യനെ ഒരുപാട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആര്യം പറഞ്ഞിട്ട് പോട്ടെ വിട്ടുകളെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.